സെബാസ്റ്റ്യൻ പേട്ട. അതെ. താൻ ഇതിനകത്ത് കയറി ഒളിച്ചിരുന്നാൽ കണ്ടുപിടിക്കില്ലെന്ന് കരുതി അല്ലടോ? നിങ്ങൾ ആരാ? എന്തു വേണം? പറയാം. അതിനു മുമ്പ് താനും തന്റെ മറ്റവനും കൂടി അവളെ എവിടെയാ കൊണ്ടുപോയി വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് അറിയേണ്ടത്. ആരുടെ കാര്യമാണ് നിങ്ങൾ പറയുന്നത്? തനിക്കൊന്നും അറിയില്ലല്ലേ? ലൂക്കോച്ചൻ പേട്ട എവിടെയാണെന്നാണ് ചോദിച്ചത്. എനിക്ക് അങ്ങനെ ഒരാളെ അറിയില്ല. അറിയാം, തനിക്ക് അയാളെ നന്നായിട്ട് അറിയാം. എന്റെ വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയരുത്. അനാവശ്യം പറയുക മാത്രമല്ല, ചിലപ്പോ പ്രവർത്തിക്കേണ്ടിയും വരും. എടോ, എന്റെ എല്ലാമായിരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് അവൻ തകർത്തുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ 4 ചെറുപ്പക്കാരുടെ ജീവിതമായിട്ടാണ് അവൻ കളിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നും അറിഞ്ഞുകൂടെന്ന്. തന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാ. ലൂക്കോച്ചൻ പേട്ടയെ ഞാൻ അറിയും. ഇപ്പൊ അവൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ടും ഞാനത് പറയാതിരുന്നത് നിങ്ങളോടുള്ള പേടി കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അല്ല. എന്റെ ഈ ഗതി മറ്റാർക്കും വരരുതേ എന്ന് കരുതിയിട്ടാ. നിങ്ങൾക്കറിയോ, ജീവിതത്തിൽ ഒരുപാട് വൃത്തികേടുകൾ ഞാൻ അവന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അവസാനം മനസ്സുമടുത്ത് എല്ലാം ഉപേക്ഷിക്കണമെന്ന് കരുതിയ എന്റെ മനസ്സും ശരീരവും അവൻ തളർത്തിക്കളഞ്ഞു. നിങ്ങൾക്കറിയോ എന്റെ ഈ കാല് നഷ്ടപ്പെട്ടത് എങ്ങനെയാണെന്ന്? ഖുശ്ബുവിന്റെ ഡാഡിയും മമ്മിയും ഒരു ആക്സിഡന്റിൽ മരിച്ചു എന്നാണ് ലോകം അറിഞ്ഞത്. കൊന്നതാണവൻ. ആക്സിഡന്റ് അവൻ ഉണ്ടാക്കിയതാണ്. അതിന് സാക്ഷിയായപ്പോൾ എതിർക്കാൻ ചെന്ന എനിക്ക് അവൻ തന്ന സമ്മാനമാണിത്. നിങ്ങൾ ഈ പറയുന്നത്? ഞാൻ എന്തിന് കള്ളം പറയണം? നിങ്ങളും അവളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് എനിക്കറിയില്ല. എന്റെ മോളുടെ സ്ഥാനത്ത് ഞാൻ അവളെ കാണുന്നതുകൊണ്ട് പറയാ, എത്രയും പെട്ടെന്ന് നിങ്ങൾ അവളെ രക്ഷിക്കണം. അവളെ കല്യാണം കഴിച്ച് സ്വത്ത് തട്ടിയെടുക്കലാണ് ലൂക്കോച്ചന്റെ ലക്ഷ്യം. അയാൾ എവിടെയുണ്ട്? കായലിന്റെ തുരുത്തിൽ അവന്റെ ഒരു ബംഗ്ലാവുണ്ട്. അവിടെ കാണും. വഴി ഞാൻ പറഞ്ഞുതരാം.